കോർപ്പറേഷന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഫോറിൻ കോർപ്പറേഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ലോകം മുഴുവൻ മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. ഏതാണ്? ഡെൻമാർക്ക്. അപ്പൊ കോർപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളും ഇംഗ്ലണ്ട് പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇത് ഡെൻമാർക്ക്. നമ്മുടെ എക്സാമിന് ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം പഠിക്കും. നമ്മുടെ എക്സാം വ്യൂ പോയിന്റിൽ ചോദ്യങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇത് ഡെൻമാർക്ക്. ഓക്കെ, അപ്പൊ ഡെൻമാർക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു. ഡെൻമാർക്ക്, എ സ്മോൾ കൺട്രി ഇൻ യൂറോപ്പ്, വാസ് വെരി പുവർ ഇൻ നാച്ചുറൽ റിസോഴ്സസ് ബട്ട് ദ സോയിൽ വാസ് ഫെർട്ടൈൽ, വെരി ഫെർട്ടൈൽ എന്നാണ്. ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഒരു യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമാണ്. നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഫിൻലാൻഡ്, അയർലൻഡ്, അതുപോലെ തന്നെ നോർവേ, സ്വീഡൻ, അതേപോലെ ഒരു രാജ്യമാണ് ഇത്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ വരുന്ന ഒരു രാജ്യമാണ് ഇത് ഡെൻമാർക്ക്. അപ്പൊ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. എന്താണ്? ഇറ്റ്സ് എ സ്മോൾ കൺട്രി, ഒരു ചെറിയ രാജ്യമാണ്. ഓക്കെ, അതായത് നാച്ചുറൽ റിസോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ അയൺ കൊണ്ടോ കോൾ കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് സമ്പന്നമായ രാജ്യമൊന്നും അല്ല ഡെൻമാർക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ പാവപ്പെട്ട ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ദ സോയിൽ വാസ് വെരി ഫെർട്ടൈൽ, വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള, വളരെ എന്താ പറയുക, വളരെ വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു ഏത്? ഡെൻമാർക്ക്. അതുകൊണ്ട് തന്നെ എന്താണ്, ഡെൻമാർക്കിലെ ഭൂരിഭാഗം ആൾക്കാർ ഏത് മേഖലയിലായിരുന്നു? ദേ ആർ ഇൻവോൾവ് ഇൻ അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു തുടക്കത്തിൽ. കേട്ടോ, തുടക്ക കാലഘട്ടത്തില് ഡെൻമാർക്കിൽ മജോറിറ്റി ഓഫ് ദ പീപ്പിൾസ് ആർ എൻഗേജ്ഡ് ഇൻ ഏത് മേഖലയാണ്? കൃഷിയാണ്, അഗ്രികൾച്ചർ ആണ്, കാർഷിക മേഖലയിലാണ് അവർ ഇൻവോൾവ് ആയിരുന്നത്. ഓക്കെ, ദെൻ പറയുന്നുണ്ട് അഗ്രികൾച്ചർ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കോണമി. ഡെൻമാർക്കിലെ ഡെയിൻസിന്റെ, അങ്ങനെ പറയാം, ഡെയിൻസ്. അപ്പൊ അവരുടെ സമ്പദ് വ്യവസ്ഥയിലെ അഗ്രികൾച്ചർ, കൃഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു, കൃഷിയായിരുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് arose at the end of the 18th century. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ്, 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെ ആരംഭിക്കുന്നത്? ഡെൻമാർക്കിൽ. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം പറയുന്നുണ്ട് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് arose at the end of the ഏതാണ്? 18th century. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെ ആരംഭിക്കുന്നത്? ഡെൻമാർക്കിൽ ആരംഭിക്കുന്നത്. ഓക്കെ, പറയുന്നുണ്ട് ദ റോയൽ ഡാനിഷ് അഗ്രികൾച്ചറൽ അസോസിയേഷൻ, ദ റോയൽ ഡാനിഷ് അഗ്രികൾച്ചറൽ അസോസിയേഷൻ, അല്ലെങ്കിൽ ദ റോയൽ അഗ്രികൾച്ചറൽ അസോസിയേഷൻ. പല ടെക്സ്റ്റിലും അങ്ങനെയാണ്, ദ റോയൽ അഗ്രികൾച്ചറൽ അസോസിയേഷൻ. അതിന്റെ ഫുൾ നെയിം എങ്ങനെയാണ്? ദ റോയൽ ഡാനിഷ് അഗ്രികൾച്ചറൽ അസോസിയേഷൻ. ഏത് വർഷമാണ്? 1769 രൂപീകരിക്കുന്നത് അറ്റ് ഡെൻമാർക്ക്. എന്തിനു വേണ്ടിയിട്ട്? ടു റിവൈവ് ദ പെസൻസ്, കൃഷിക്കാരെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കൃഷിക്കാരെ അവരൊന്ന് ഒരു എനർജറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഊർജ്ജസ്വലതയോടുകൂടി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു അഗ്രികൾച്ചർ അസോസിയേഷൻ ഏത് വർഷം? 1769 ഡെൻമാർക്ക് രൂപീകരിച്ചു. അതാണ് നമ്മൾ പറഞ്ഞത് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് arose at the end of the 18th century നമ്മൾ പറഞ്ഞത്. അപ്പൊ കൃഷി തന്നെയാണ്, കാർഷിക മേഖലയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതുകൊണ്ട് തന്നെ കൃഷിയാണ് ഇവരുടെ സമ്പദ് മേഖലയിലെ പ്രധാനപ്പെട്ട റോള്. എന്ത് തന്നെയാണ്? കൃഷിക്കാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും 1864 ആസ് എ റിസൾട്ട് ഓഫ് 1864 ആസ് എ റിസൾട്ട് ഓഫ് ഡാനോ പ്രഷ്യൻ വാർ. എന്താണ് യുദ്ധത്തിന്റെ പേര്? ഡാനോ പ്രഷ്യൻ വാർ, അല്ലെങ്കിൽ സെക്കൻഡ് ഷെൽസ്വിഗ് വാർ എന്ന് പറയും. സെക്കൻഡ് ഷെൽസ്വിഗ് വാർ അല്ലെങ്കിൽ ഡാനോ പ്രഷ്യൻ വാർ 1864, അല്ലെങ്കിൽ സെക്കൻഡ് ഷെൽസ്വിഗ് വാർ എന്ന് പറയും. ഷെൽസ്വിഗ് വാർ 1864.
ഇത് ചില ടെക്സ്റ്റിൽ ഇത് കിടക്കുന്ന 1868 ആണ്. 1868 അല്ല, 1864 ഡാനോ പ്രഷ്യൻ വാർ അല്ലെങ്കിൽ സെക്കൻഡ് ഷെൽസിക് വാർ എന്ന് പറയുന്നത്. എന്താണ്? 1864. ഏകദേശം ഒരു 8 മാസത്തോളം നീണ്ടു നിന്നൊരു യുദ്ധമാണ്. 8 മാസത്തോളം ടൈം എടുത്തു യുദ്ധം. ഓക്കെ, അപ്പൊ ആ ഡാനോ പ്രഷ്യൻ വാറിന്റെ അടിസ്ഥാനത്തില് ഈ ഡെൻമാർക്കിന് ലോസ്റ്റ് 2 ഓഫ് ദെയർ റിച്ചസ്റ്റ് ഗ്രെയിൻ ഗ്രോയിങ് പ്രൊവിൻസ്. ഇവരുടെ കൃഷി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട അതായത് പ്രധാനപ്പെട്ട ഇവരുടെ എന്താ പറയുക, മെയിൻ ആയിട്ടുള്ള റിച്ചസ്റ്റ് ആയിട്ടുള്ള 2 പ്രൊവിൻസുകൾ ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു. ആർക്കാം? ഡെൻമാർക്കിൽ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, USA ആൻഡ് കാനഡ ബിഗാൻ ടു പ്രൊഡ്യൂസ് ഗ്രെയിൻസ് അറ്റ് ലോ കോസ്റ്റ്. USA-യും കാനഡയും ചുരുങ്ങിയ വിലയിൽ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചറൽ ഗ്രെയിൻസ്, ധാന്യങ്ങള് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എക്സ്പോർട്ട് മാർക്കറ്റില് ഡെൻമാർക്കിന് ഇവരുടെ അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ ആര് വന്നുകൂടാ? USA-യും വന്നു, കാനഡയും വന്നു. അപ്പൊ ഈ കാർഷിക മേഖല കൊണ്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമാണ് ഇത് ഡാനോ പ്രഷ്യൻ വാർ അല്ലെങ്കിൽ സെക്കൻഡ് ഷെൽസിക് വാർ 1864. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ അമേരിക്കയും കാനഡയും കുറഞ്ഞ വിലക്ക് ഈ ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന മാത്രമല്ല ഇവർക്കുണ്ടായ പ്രശ്നം, ഇവരുടെ പ്രധാനപ്പെട്ട സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ഗ്രെയിൻ ഗ്രോ ചെയ്യുന്ന പ്രൊവിൻസുകളും ഇവർക്ക് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ആർക്ക്? ഡെൻമാർക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്തായിട്ട് അഗ്രികൾച്ചർ ബിക്കെയിം ആൻ എൻറ്റയർലി അൺപ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് മാറി. കൃഷി കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല, അൺപ്രോഫിറ്റബിൾ ബിസിനസ് ആയി ഈ കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം ഡെയിൻസ് took up dairying and other occupations like poultry, breeding and pig rearing on cooperative basis. അപ്പൊ ഈ ഒരു മേഖലയിൽ ഇവർക്ക് നഷ്ടമുണ്ടായാൽ ഇവർക്ക് ഒരു മേഖല കൊണ്ട് അഗ്രികൾച്ചർ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അന്ന് അവിടെ സബ്സിഡിയറി ഒക്യുപ്പേഷൻസ് ഉണ്ട്, അലൈഡ് ഒക്യുപ്പേഷൻസ് ഉണ്ട്. അപ്പൊ കൃഷിക്കുമായിട്ട് ദ ഡെയിൻസ് took up dairying ആൻഡ് ക്ഷീരപരിപാലനം അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തൽ ആൻഡ് അതർ ഒക്യുപ്പേഷൻസ് ലൈക്ക് മറ്റു ജോലികൾ. ഏതാണ്? പോൾട്രി, ബ്രീഡിംഗ് ആൻഡ് പിഗ് റിയറിംഗ്. എങ്ങനെയാണ്? ഓൺ കോപ്പറേറ്റീവ് ബേസിസ്, സഹകരണ അടിസ്ഥാനത്തില് ഡെൻമാർക്ക് അല്ലെങ്കിൽ ഡെയിൻസ് എന്ത് ചെയ്തു? അത് നടപ്പിലാക്കുക. അത് ആ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടി തുടങ്ങി. അവര് കൃഷിയിൽ നശിച്ച അല്ലെങ്കിൽ കൃഷി കൊണ്ട് അവർക്ക് മെച്ചമില്ല എന്ന് കരുതി അവര് കരഞ്ഞിരുന്നോ? ഇല്ല, അവർ അടുത്തൊരു മേഖല കണ്ടെത്തി. ആര്? ഡെൻമാർക്കിലെ ജനങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡെൻമാർക്കിൽ പറയുന്നുണ്ട്, ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എന്താണ്? ദ ബർത്ത് പ്ലേസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ പറയുന്ന വാക്കുകളൊക്കെ ഓർത്തു വെച്ചേക്കണം. എന്താണ്? ദ ബർത്ത് പ്ലേസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്ഷീര സഹകരണ സംഘങ്ങളുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്ന രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ദ ബർത്ത് പ്ലേസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. 2, ഡയറി ഫാം ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ ഡയറി ഫാം എന്നറിയപ്പെടുന്നത് ഏതാണ് രാജ്യം? ഡെൻമാർക്ക്. കാര്യം എന്താണ്? ഈ പറഞ്ഞ പോലെ ഡെൻമാർക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏകദേശം 60% കൂടുതൽ പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? യൂറോപ്പാണ്. അതുകൊണ്ട് യൂറോപ്പിന്റെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഡയറി ഫാം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഡെൻമാർക്കിനെയാണ്. എന്താ പറഞ്ഞത്? ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബർത്ത് പ്ലേസ് ഡെൻമാർക്കാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്കാണ്. ദെൻ ദ പ്രൊമോട്ടർ ഓഫ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി. എന്താണ്? ദ പ്രൊമോട്ടർ ഓഫ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി. സിംഗിൾ പർപ്പസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒറ്റ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘം. അതാണ് ഏത്? സിംഗിൾ പർപ്പസ് സൊസൈറ്റി. സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ആണെങ്കിൽ അത് മാത്രം, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് എന്താ പറയുക ഫാം എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി ചെയ്യുന്ന ആ ജോലിയാണെങ്കിൽ അത് മാത്രം, മാർക്കറ്റിംഗ് ആണെങ്കിൽ അത് മാത്രം, കൺസ്യൂമർ ആണെങ്കിൽ അത് മാത്രം. അങ്ങനെ ഏതെങ്കിലും ഒരു സിംഗിൾ ഒബ്ജക്റ്റോട് കൂടി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മളെ ഇന്ത്യയിൽ അത് റെക്കമെൻഡ് ചെയ്തത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്, അല്ലെങ്കിൽ എച്ച് കാൽവെട്ട് കമ്മിറ്റിയാണ്. അപ്പൊ ഇതിന് നേരെ വിപരീതമാണ് ഏത്? മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതെവിടെയാണ്? അത് ജപ്പാനാണ്.
But the country which is famous for single purpose cooperative society എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ ഏതാണ്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണ്. ഡെൻമാർക്ക്. മൾട്ടി പർപ്പസ് ആണെങ്കിലോ അത് ജപ്പാനാണ്. ഇന്ത്യയിലെ ഏത് കമ്മിറ്റിയാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത്? അത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ഹെഡഡ് ബൈ RG സരയ്യാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ദ പ്രൊമോട്ടർ ഓഫ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ഏതാണ് രാജ്യം? ഡെൻമാർക്ക് ആണ്. ദെൻ പറയുന്നുണ്ട് ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ. എന്താണ് ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ? അഗ്രികൾച്ചറൽ കോപ്പറേഷന്റെ ഹോം ലാൻഡ്, ദ ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഇന്ത്യയല്ല. ഇന്ത്യയല്ല. അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഹോം ലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയല്ല. അതേതാണ് രാജ്യം? ഡെൻമാർക്ക് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഡെൻമാർക്കില്ല അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ഒക്യുപ്പേഷൻ എന്ത് തന്നെയാണ്? കൃഷിയാണ്, അഗ്രികൾച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഹോം ലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഏതാണ് രാജ്യം? ഡെൻമാർക്ക് ആണ്. അടുത്തത് ദ കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ദ കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, സഹകരണ നിയമം ഇല്ലാത്ത രാജ്യം. സഹകരണ നിയമം ഇല്ലാത്ത രാജ്യം അതേതാണ്? ഡെൻമാർക്ക് ആണ്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാ പറഞ്ഞത്? പറയുന്നുണ്ട് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് പ്ലേയിങ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കോണമി. നമ്മുടെ ഡെൻമാർക്കിൽ പറഞ്ഞു വന്ന ഇതാണ്. അതെന്താണ്? കൺട്രി വിത്ത് നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ, എന്തില്ല? സഹകരണ നിയമം ഇല്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരു വോളണ്ടറി മൂവ്മെന്റാ. ആര് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികളോ അല്ലെങ്കിൽ പ്രത്യേക സ്ഥാപനങ്ങള് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല ഡെൻമാർക്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത്. അതിൽ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഈ കോപ്പറേറ്റീവ് സംഘങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരികയും ചെയ്തത്. വോളണ്ടറി ആയിട്ട് സ്വമേധയാ മുന്നോട്ട് വന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെയാണെന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു വോളണ്ടറി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് ഡെൻമാർക്കില്. അതേപോലെ എന്തില്ല? കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം കൂടിയാണ് ഏത്? ഡെൻമാർക്ക്. ഓക്കെ, പറയുന്നുണ്ട് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് പ്ലേയിങ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ എക്കോണമി. ഡെൻമാർക്കിലെ സമ്പദ് വ്യവസ്ഥയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ആൻഡ് ഓഫ് ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ, അവർ ഏതൊക്കെ മേഖലയിൽ വിജയിച്ചു നോക്കിക്കേ? സക്സസ് ഓഫ് ദ കോപ്പറേറ്റീവ്സ് ഇൻ അഗ്രികൾച്ചർ മേഖല, ഡയറിങ് ക്ഷീരപരിപാലനം ക്ഷീരമേഖല, കൺസ്യൂമർ മേഖല, ബേക്കൺ മേഖല, എഗ്, ഇൻഷുറൻസ്, ഈ മേഖലയിലൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എവിടെ ഓർഗനൈസ് ചെയ്തു? ഡെൻമാർക്കിൽ ഓർഗനൈസ് ചെയ്തു. ഓർഗനൈസ് ചെയ്തത് മാത്രമല്ല, all these cooperatives are resultant into a big success. ഇതൊക്കെ എന്താണ്? ഒരു വലിയ വിജയമായിരുന്നു, അല്ലാതെ ഒന്നും പരാജയപ്പെട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഈ രാജ്യത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക് എന്നാണ് ഈ രാജ്യത്തെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് വിളിക്കുന്നത്? ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക്. ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക്. കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത് ഇംഗ്ലണ്ടാണ്. അല്ല, ഇംഗ്ലണ്ടിന്റെ പേരിനോടുകൂടി ദ കോപ്പറേറ്റീവ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നില്ല. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരംഭിച്ചത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ജർമ്മനിയുടെ പേരിനോടുകൂടി കോപ്പറേറ്റീവ് ഡെൻമാർക്ക്, കോപ്പറേറ്റീവ് ജർമ്മനി എന്ന് പറയുന്നില്ല. ഓക്കെ, അതേപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റി ആരംഭിച്ചത് USA അപ്പൊ അവരുടെ പേരിനോടുകൂടി എന്താണ്? കോപ്പറേറ്റീവ് USA എന്ന് പറയുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ചത് ഫ്രാൻസിലാണ്. അവരുടെ പേരിനോടുകൂടി എന്താണ്? കോപ്പറേറ്റീവ് ഫ്രാൻസ് എന്ന് പറയുന്നില്ല. ഒരേ ഒരു രാജ്യത്തിന്റെ പേരിനോട് കൂടിയാണ് ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അതേതാണ് രാജ്യം? ഡെൻമാർക്ക് ആണ്. കാര്യം എന്താണ്? അവിടെ ആരംഭിച്ചിരിക്കുന്ന മേഖല അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഡയറിങ് ആയിക്കോട്ടെ, കൺസ്യൂമർ ആയിക്കോട്ടെ, ബേക്കൺ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എഗ് സൊസൈറ്റീസ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് സൊസൈറ്റീസ് ആയിക്കോട്ടെ, എന്താണ്? ഓൾ ദീസ് സൊസൈറ്റീസ് ആർ ബിക്കം എ ബിഗ് സക്സസ്. എവിടെയാണ്? ഡെൻമാർക്കിൽ. അതുകൊണ്ട് ഡെൻമാർക്കിന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക് എന്നാണ്. കോപ്പറേറ്റീവ് രാജ്യങ്ങൾ പഠിക്കുമ്പോൾ ഒരേ ഒരു രാജ്യത്തിന്റെ പേരിനോട് കൂടി മാത്രമാണ് ഇങ്ങനെ പഠിക്കുന്നത്. എങ്ങനെയാണ്? ദ കോപ്പറേറ്റീവ് ഡെൻമാർക്ക് എന്ന് വിശേഷിപ്പിക്കും. ഏത് രാജ്യത്തിനാ? ഡെൻമാർക്കിനാ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് വാസ് എ വോളണ്ടറി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ആരാണ്? പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഇവർ ആരംഭിച്ച ഒരു വോളണ്ടറി മൂവ്മെന്റ് ആണ്. ഒരു വോളണ്ടറി മൂവ്മെന്റ് ആണ് ഇവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് വാസ് എ വോളണ്ടറി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ മെമ്പേഴ്സ് അല്ലെങ്കിൽ പീപ്പിൾ,
പ്രധാനമായിട്ട് പീപ്പിൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പ്രൊഡ്യൂസേഴ്സും വരും, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സും വരും. ഉൽപാദകരും ഉപഭോക്താക്കളുമാണ് ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് വോളണ്ടറി ആയിട്ട് എവിടെ ആരംഭിച്ചത്? ഡെൻമാർക്കിൽ ആരംഭിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അവർ ഏതൊക്കെ മേഖലയിൽ കൈവച്ചോ അതൊക്കെ വിജയിച്ചു. ഓക്കെ, അപ്പൊ ഏത് മേഖലയിൽ അവരൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ഥാപനം ആരംഭിച്ചാലും അതൊക്കെ വിജയിക്കാനിടയാക്കിയ കാരണം എന്താണ്? ഇതാണ് മറ്റുള്ള ലോക രാഷ്ട്രങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ഡെൻമാർക്ക് ആക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയണ്ടേ? എന്താണ് ഡെൻമാർക്കിലെ ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരു ഗ്രാൻഡ് സക്സസ് ആകാനുള്ള റീസൺ? അത് പറയുന്നുണ്ട്, റീസൺ പറയുന്നുണ്ട്. The factors led to the success of cooperative movement in Denmark were ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വിജയിക്കാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് നോക്കിക്കേ, ടു ഫോൾഡ് ആണ്. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഒന്ന്, ഗുഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എവിടെ നിലനിന്നിരുന്നു? ഡെൻമാർക്കിൽ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സ് ഓഫ് ദ പെസൻട്രി. യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സ് ആണ്. അതായത് ഒരാൾക്ക് 10 ഏക്കർ, ഒരാൾക്ക് 50 സെന്റ്, അങ്ങനെയല്ല. ഗവൺമെന്റ് ലാൻഡ് ഹോൾഡിങ്സ് ഈ പറഞ്ഞ പോലെ കൃഷി ഉടമസ്ഥൻ അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ കൈവശം എന്ന് പറയുന്നത് സംവാട്ട് സിമിലർ ലാൻഡ് ഹോൾഡിങ്സ് ആണ്. ഒരേ അളവിലുള്ള കൃഷിഭൂമിയാണ് ഓരോരുത്തരും കൈവശം വെക്കുന്നത്. ഇവിടെ ഡെൻമാർക്കിലെ മാത്രം പ്രത്യേകതയാണ്. അപ്പൊ യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ എന്താണ്? ഒരു ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എവിടെ നിലനിന്നിരുന്നത്? ഡെൻമാർക്കിൽ. അപ്പൊ ഇത് രണ്ടുമാണ് ഡെൻമാർക്കിന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വിജയിക്കാൻ ഇടയാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാരണം. റീസൺ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാ റീസൺ എന്ന് പറയുന്നത്? ഒന്ന്, ഗുഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. രണ്ട്, യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സ്. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഡെൻമാർക്കില് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇത്രയധികം വിജയമായത്. ഇനി എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കേ, അവിടെ നിന്ന് വിദ്യാഭ്യാസ സമ്പ്രദായം നോക്കിക്കേ, ശ്രദ്ധിക്കണം. ആ സേർലിയിൻ 1814 1814 നോക്കിക്കേ, 1814 മുതൽ എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൽസറി ഇൻ ദ കൺട്രി. വിദ്യാഭ്യാസം എന്താക്കി? നിർബന്ധിത വിദ്യാഭ്യാസം. നിർബന്ധിത വിദ്യാഭ്യാസം എവിടെയാ? 1814. വർഷം നോക്കിയേ, 1814 മുതൽ നിർബന്ധിത വിദ്യാഭ്യാസം ഡെൻമാർക്ക് നടപ്പിലാക്കി. പറയുന്നുണ്ട്, സ്പ്രെഡിങ് എഡ്യൂക്കേഷൻ among the common people. സാധാരണക്കാർക്കിടയിലെ വിദ്യാഭ്യാസം അത് സ്പ്രെഡ് ചെയ്യാൻ, അത് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഒരു 3 സംവിധാനം ഡെൻമാർക്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് 3 സംവിധാനം? ഒന്ന്, ഫോൾക്ക് സ്കൂള്. 2, റൂറൽ സ്കൂള്. 3, അഗ്രികൾച്ചറൽ സ്കൂള്. അതായത് സാധാരണ ജനങ്ങളിലേക്ക് വിദ്യാഭ്യാസം എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഡെൻമാർക്ക് അഡോപ്റ്റ് ചെയ്ത മാതൃകയാണ്. ഒന്ന്, ഫോൾക്ക് ഹൈസ്കൂൾ. എന്താണ്? ഫോൾക്ക് ഹൈസ്കൂൾ. 2, റൂറൽ സ്കൂൾ. 3, അഗ്രികൾച്ചറൽ സ്കൂൾ. അങ്ങനെ ഈ 3 സ്കൂളിംഗ് സമ്പ്രദായം എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡെൻമാർക്ക് നടപ്പിലാക്കി. ഫോൾക്ക് ഹൈസ്കൂള്, റൂറൽ സ്കൂള് ആൻഡ് അഗ്രികൾച്ചറൽ സ്കൂള്. ഓക്കെ, ഇനി ഫോൾക്ക് സ്കൂൾ എന്താണ്? നമ്മൾ എന്താണ് ഫോൾക്ക് സ്കൂൾ എന്ന് പഠിക്കുന്നുണ്ട്. എന്താണ്? ഈസ് എ നോൺ ഫോർമൽ, ഫോർമൽ അല്ല, നോൺ ഫോർമൽ റെസിഡൻഷ്യൽ സ്കൂൾ. റെസിഡൻഷ്യൽ സ്കൂൾ ഓഫറിംഗ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓൾമോസ്റ്റ് എനി സബ്ജക്ട്. എന്താണിത്? ഇസ് എ നോൺ ഫോർമൽ റെസിഡൻഷ്യൽ സ്കൂൾ ആണ്. നോൺ ഫോർമൽ റെസിഡൻഷ്യൽ സ്കൂൾ ഓഫറിംഗ് എന്താണ്? ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓൾമോസ്റ്റ് എനി സബ്ജക്ട്. എനി സബ്ജക്ട്, ഈ പറഞ്ഞ പോലെ ഏത് വയസ്സിലുള്ളവർക്കും എന്താണ്? ഇറ്റ് ഈസ് നോട്ട് മെയിൻറ്റൈൻഡ് ഫോർ എന്താണ്? നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഫോൾ സ്കൂള്. ഏജ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അല്ല ഫോൾ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഇല്ല, ഒരു കരിക്കുലം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഏത് സബ്ജക്റ്റുകളിലെ കുറിച്ചും ഏത് വിഷയത്തെ കുറിച്ചും എവിടെ നിന്ന് പഠിക്കാം? ഈ ഫോൾക്ക് ഹൈസ്കൂളിൽ നിന്നും ഒരു കോമൺ മാൻ, ഒരു സാധാരണക്കാരന് എന്ത് ചെയ്യാം? അവർക്ക് അറിവ് ലഭിക്കും. അതാണ് പറഞ്ഞത്. ഫോൾക്ക് ഹൈസ്കൂൾ ഈസ് എ നോൺ ഫോർമൽ, ഫോർമൽ അല്ല, നോൺ ഫോർമൽ റെസിഡൻഷ്യൽ സ്കൂൾ ഓഫറിംഗ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ
ഓൾമോസ്റ്റ് എനി സബ്ജക്ട്, ഏത് സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പഠിക്കുവാനും ഏത് സ്കൂൾ ഉപയോഗിക്കാം? ഫോൾക്ക് ഹൈസ്കൂൾ ഉപയോഗിക്കാം. അതേപോലെ പറയുന്നുണ്ട് ഫോൾക്ക് സ്കൂൾ ടോട്ട് ദ വേ ടു ലീവ് ആൻ ഓർഡർലി ആൻഡ് സിമ്പിൾ ലൈഫ്. ഒരാൾക്ക് എന്താ പറയുക, സിമ്പിൾ ആയതും ലളിതമായതും ക്രമ അച്ചടക്കത്തോടു കൂടിയുമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കാം? എന്താണ്? ഹൗ ടു ലീവ് ആൻ ഓർഡർലി ആൻഡ് സിമ്പിൾ ലൈഫ് എവിടെ പഠിപ്പിച്ചു കൊടുക്കും? ഫോൾക്ക് സ്കൂളിൽ പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന പോലെ എന്താണ് അവിടെ ഈ പറഞ്ഞ പോലെ ഫോൾക്ക് സ്കൂള് ഒരു ഡിഗ്രി കിട്ടാനോ ഡിപ്ലോമ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഏത് സ്കൂളിൽ ലഭിക്കും? ഫോൾക്ക് ഹൈസ്കൂളിൽ ലഭിക്കും. അപ്പൊ ഒരു ഫോൾക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും, ഒരു വിഷൻ ഉണ്ടാവും, ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ ആണെങ്കിലോ, നമ്മുടെ ഇവിടെ MBA MFW അല്ലെങ്കിൽ MIB ഏത് ഈവൻ PhD ചെയ്താലും ഒരാൾക്ക് ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവത്തില്ല. തിയററ്റിക്കൽ നോളജ് ഉണ്ടാവും, ബട്ട് they were very poor in എന്താണ് പ്രാക്ടിക്കൽ നോളജ്. അപ്പൊ ഇത് 1814 കാലഘട്ടം മുതൽക്ക് തന്നെ എവിടെ കൊടുത്തിരുന്നു? ഡെൻമാർക്കിൽ കൊടുത്തു. ഏതിലൂടെ? ഫോൾക്ക് ഹൈസ്കൂളിലൂടെ. ഫോൾക്ക് ഹൈസ്കൂൾ. Okay, it was also an instrument in promoting cooperative education. അപ്പൊ ഈ ഫോൾക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റും കൂടെ ആയിട്ട് ഏത് ആക്ട് ചെയ്തു? ഫോൾക്ക് ഹൈസ്കൂൾ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോൾക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രെയിനിങ് ഗ്രൗണ്ട് ഫോർ ലേണിംഗ്. എന്താണ്? ദ പ്രാക്ടിക്കൽ ലൈഫ് ഓഫ് എന്താണ് ഒരു വ്യക്തിയുടെ പ്രാക്ടിക്കൽ ലൈഫിനുള്ള ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആണ് ഏത് നമുക്ക് പറയാം? ഫോൾക്ക് ഹൈസ്കൂൾ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മാത്രമല്ല, ഏത് സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് എവിടെ ലഭിക്കും? ഈ ഫോൾക്ക് ഹൈസ്കൂളിൽ ലഭിക്കും. അതൊരു ഇൻഫോർമൽ അല്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് ഒരു ഫോർമാലിറ്റി ഒന്നും, ഒരു കരിക്കുലോ അല്ലെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്കൂളിംഗ് സംവിധാനമാണ് ഏത്? ഫോൾക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഏതായിരുന്നു? ഫോൾക്ക് ഹൈസ്കൂൾ ഒന്ന്. രണ്ടാമത്തെ ഏതാണ്? റൂറൽ സ്കൂള്. റൂറൽ സ്കൂള്. അപ്പൊ എന്താണ്? റൂറൽ സ്കൂൾസ് പ്രൊവൈഡഡ് ട്രെയിനിങ് ടു വുമൺ ഇൻ ഹൗസ് ഹോൾഡ് എക്കോണമി. എന്താണ്? റൂറൽ സ്കൂൾസ് പ്രൊവൈഡഡ് ട്രെയിനിങ് ടു വുമൺ. വനിതകൾക്ക് ട്രെയിനിങ് കൊടുക്കുവാണ്, പരിശീലനം കൊടുക്കുകയാണ്. ഏതിലെ? ഹൗസ് ഹോൾഡ് എക്കോണമി. ഹൗസ് ഹോൾഡ് കാര്യം അവരാണ് ഒരു വീടിന്റെ മാനേജർ. ആരാണ്? ഫിനാൻസ് മാനേജർ ആരാണ്? അമ്മയായിരിക്കും. ഓക്കെ, അച്ഛൻ ഈ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവരുന്ന സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു പണം ആരെ ഏൽപ്പിക്കുന്നത്? അമ്മയെ ഏൽപ്പിക്കുവാണ്. അമ്മയാണ് നമ്മൾ പൊതുവെ എന്തായിട്ട് പറയുന്നത്? ഒരു ഫിനാൻസ് മാനേജർ നമുക്ക് വിളിക്കാം. അപ്പൊ അതേപോലെ ഒരു ഫിനാൻസ് മാനേജർ എന്ന് പറയുന്ന ആരാണ്? വനിതയാണ്, വുമൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൗസ് ഹോൾഡ് എക്കോണമിയില് അവർക്ക് എന്ത് കൊടുക്കുന്നു? ട്രെയിനിങ് കൊടുക്കുന്നു. ഏത് സ്കൂളിലൂടെ? റൂറൽ സ്കൂളിലൂടെ. അപ്പം എത്ര അഡ്വാൻസ്ഡ് തിങ്കിങ് ആണെന്ന് നോക്കിക്കേ ഡെൻമാർക്കിലെ ആൾക്കാർക്ക്. അതേപോലെ മൂന്നിൽ പറയുന്നുണ്ട്. മൂന്നിൽ എന്താ പറഞ്ഞത്? ദ ഫോൾക്ക് സ്കൂൾ ആൻഡ് അഗ്രികൾച്ചറൽ സ്കൂൾ പ്രൊവൈഡഡ് ദ പീപ്പിൾ വിത്ത് ജനറൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഫോൾക്ക് സ്കൂളില് ജനറൽ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ അഗ്രികൾച്ചർ സ്കൂൾ ഏതാണ്? ടെക്നിക്കൽ എഡ്യൂക്കേഷനും. ഇത് രണ്ടും കൂടെ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The folk school and agriculture school provided the people with general and technical education. General and technical education. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, the folk school and agriculture school are described as the hotbeds of cooperative movement in Denmark. The hotbeds, okay, the hotbeds of കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദ ഫോൾക്ക് സ്കൂൾ ആൻഡ് അഗ്രികൾച്ചർ സ്കൂൾ ആണ്. ദ ഫോൾക്ക് സ്കൂൾ ആൻഡ് അഗ്രികൾച്ചർ സ്കൂൾ എങ്ങനെ വിളിക്കും? ദ ഹോട്ട് ബെഡ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഡെൻമാർക്ക്. ഫോൾക്ക് സ്കൂൾ ആൻഡ് അഗ്രികൾച്ചർ സ്കൂൾ എന്തൊക്കെ കിട്ടും? ജനറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും ഇതിലൂടെ. അപ്പൊ സ്കൂളിംഗ് സംവിധാനം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന സ്കൂളിംഗ് സംവിധാനത്തെക്കാൾ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് ഈ പറഞ്ഞ പോലെ ഡെൻമാർക്ക് അഡോപ്റ്റ് ചെയ്തത്. ഫോൾക്ക് ഹൈസ്കൂൾ ഉണ്ട്, റൂറൽ സ്കൂൾ ഉണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സ്കൂൾ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ രണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിൽ. ഒന്നേതാണ്? ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. രണ്ടാമത് പറയുന്നുണ്ട്, രണ്ടാമത് എന്തായിരുന്നു? യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സ് ആണ്. അതിനെ കുറിച്ച് പറയുവാണ്. സെക്കൻഡ്ലി
the government by various enactments. Government രണ്ടാമതായിട്ട് secondly the government by various enactment standardized the agricultural holdings in the country having uniform size of holdings which are neither too big nor too small. രണ്ടാമത്തെ കാര്യം ഏതാണ്? ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്തു. യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സ് ആണ് ഫാർമേഴ്സിന്. അത് കൂടുതലായിട്ട് അധികം വലുതുമല്ല എന്നാൽ അധികം ചെറുതുമല്ലാത്ത രീതിയിൽ യൂണിഫോം ലാൻഡ് ഹോൾഡിംഗ് സംവിധാനം കൃഷിക്കായിട്ട് എവിടെ അഡോപ്റ്റ് ചെയ്തു? ഡെൻമാർക്കിൽ. ആരെ ഇനിഷ്യേറ്റ് എടുത്തത്? ദ ഗവൺമെന്റ്. എങ്ങനെ? ബൈ വേരിയസ് ഇനാക്ട്മെന്റ്സ്, പല നിയമങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് യൂണിഫോം ലാൻഡ് ഹോൾഡിംഗ്സ് ആക്കി. എവിടെ? ഡെൻമാർക്കിൽ. അപ്പൊ ഈ രണ്ട് കാരണം കൊണ്ടാണ് ഡെൻമാർക്ക് എന്ത് ചെയ്തത്? ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ചരിത്രത്തിൽ ലോകത്തിനാകമാനം ഒരു മാതൃകയായിട്ട് ഡെൻമാർക്ക് നിലകൊള്ളാൻ ഇടയാക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാരണം ഏതൊക്കെയാണ്? ഒന്ന്, ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റവും, രണ്ട്, യൂണിഫോം ലാൻഡ് ഹോൾഡിങ്സും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഫോൾക്ക് ഹൈസ്കൂൾ. PSC എക്സാമിന് അല്ലെങ്കിൽ CSEB എക്സാമിന് ഫോറിൻ കോപ്പറേഷൻ ചോദിക്കുവാണെങ്കിൽ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ദ ഫോൾക്ക് ഹൈസ്കൂളിന്റെ സ്ഥാപകൻ ആരാണ്? പറയുന്നുണ്ട്. എന്താണ്? ദ ഫൗണ്ടർ ഓഫ് ഫോൾക്ക് ഹൈസ്കൂൾ ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ ഫോൾക്ക് ഹൈസ്കൂളിന്റെ ഫൗണ്ടർ, ദ ഫൗണ്ടർ ഓഫ് ഫോൾക്ക് ഹൈസ്കൂൾ ഇൻ ഡെൻമാർക്ക് ആരാണ്? NFS ഗ്രൺവിക് ആണ്. ആരാണ്? NFS ഗ്രൺവിക്. NFS ഗ്രൺവിക്. ഈ പേര് മറന്നു പോകരുത്. NFS ഗ്രൺവിക്. വർഷം നോക്കിക്കേ, 1783 ജനിച്ചു, 1872 മരിച്ചു. ആരാണ്? NFS ഗ്രൺവിക്. 1783, 1782, 1872 സോറി 1783, 1872. 1783 ജനിച്ചു, 1872 മരിച്ചു. ആരാണ് ഫോൾക്ക് ഹൈസ്കൂളിന്റെ പിതാവ്? NFS ഗ്രൺവിക് ആണ്. NFS ഗ്രൺവിക്. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്നതാണ് ഒരു ഡാനിഷ് പാസ്റ്റർ ആണ്, പുരോഹിതനായിരുന്നു. അതുപോലെ തന്നെ ഓതറാണ്, പോയറ്റ് ആണ്, ഫിലോസഫർ ആണ്, ഹിസ്റ്റോറിയൻ ആണ്, ടീച്ചർ ആണ്, അതുപോലെ തന്നെ ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. ആര്? NFS ഗ്രൺവിക്. അപ്പൊ ഇത്രയും എലിജിബിലിറ്റി ഉള്ള, യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്രയും ദീർഘവീക്ഷണത്തോടു കൂടി ഫോൾക്ക് ഹൈസ്കൂൾ, അതായത് ഈ പറഞ്ഞ പോലെ ഏതൊരു കോമൺ മാനും എത്തിപ്പെടാൻ പറ്റുന്ന ഫോൾക്ക് ഹൈസ്കൂൾ എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. എന്താണ്? ഹി വാസ് എ പാസ്റ്റർ, ഓതർ, പോയറ്റ്, ഫിലോസഫർ, ഹിസ്റ്റോറിയൻ, ടീച്ചർ ആൻഡ് പൊളിറ്റീഷ്യൻ ആണ്. ആര്? NFS ഗ്രൺവിക്. ഓക്കെ, അദ്ദേഹമാണ് ഡെൻമാർക്കില് എന്താരംഭിച്ചത്? ഫോൾക്ക് ഹൈസ്കൂൾ. അതിന്റെ ഫൗണ്ടർ അദ്ദേഹമാണ്. നോക്കിക്കേ, ഇൻ 1932, 1932 the Danish Cooperative College was established by the Danish Cooperative Wholesale Society. ഡാനിഷ് കോപ്പറേറ്റീവ് കോളേജ് ആരംഭിച്ചു. ആരംഭിച്ചത്? ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആരംഭിച്ചു. വർഷം ഏതാണ്? 1932. എവിടെ ആരംഭിച്ചത്? അറ്റ് മിഡിൽ ഫോർട്ട്. എവിടെയാണ്? മിഡിൽ ഫോർട്ടിൽ ഡാനിഷ് കോപ്പറേറ്റീവ് കോളേജ് ആരംഭിച്ച വർഷം നോക്കിയേ, 1932. 1932 ആരംഭിച്ചു. നമ്മുടെ ഇവിടെ കോപ്പറേഷൻ ഒക്കെ വന്ന വർഷം 1950 കൂടിയാണ്. ഓക്കെ, അതായത് കോപ്പറേഷൻ അല്ല, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ നോക്കിയ 1932 തന്നെ ഒരു കോപ്പറേറ്റീവ് കോളേജ് അവിടെ ആരംഭിച്ചു. ഓക്കെ, 1814 എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി. അപ്പൊ ഇത്രയും അധികം അഡ്വാൻസ്ഡ് ആയിട്ട് ആര് ചിന്തിച്ചു? ഡെൻമാർക്ക്, ഡാനിഷ് പീപ്പിൾ ചിന്തിച്ചു. ഓക്കെ, ദെൻ അതേപോലെ തന്നെ യങ് ഫാർമേഴ്സ് ക്ലബ്ബ് ഓർഗനൈസ്ഡ് ഇൻ ഡെൻമാർക്ക് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അതിപ്പോ നമ്മുടെ എക്സാമിന് ചോദിക്കാം. എന്താണ് യങ് ഫാർമേഴ്സ് ക്ലബ്ബ്? യങ് ഫാർമേഴ്സ് ക്ലബ്ബ് ഏത് രാജ്യത്താണ് ഓർഗനൈസ് ചെയ്തത്? യങ് ഫാർമേഴ്സ് ക്ലബ്ബ് ഓർഗനൈസ്ഡ് ഇൻ എവിടെയാണ്? ഡെൻമാർക്കിലാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ഓർഗനൈസ് ചെയ്തു? യങ് ഫാർമേഴ്സ് ക്ലബ്ബ്. യങ് ഫാർമേഴ്സ് ക്ലബ്ബ് ഏതാണ് രാജ്യം? ഡെൻമാർക്ക് ആണ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഫോറിൻ കോപ്പറേഷൻ പഠിക്കുമ്പോൾ ഡെൻമാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.